നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പ്രണയം ടൈം പാസ് ആണോ അല്ല ആത്മാർത്ഥമായി തന്നെയാണോ എന്നുള്ളതിനെ പറ്റി ഉള്ള സയൻസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആരുടെയും സമയം വെറുതെ പാഴാക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ഈ സയൻസുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രണയം എങ്ങനെയുള്ളതാണ്, യഥാർത്ഥ പ്രണയം തന്നെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പലതരത്തിലുള്ള പ്രണയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രണയം ഏത് തരത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ചതികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സമയവും ലാഭിക്കാം. ടൈം വേസ്റ്റാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടൈം പാസ് പ്രണയം, ഒന്നാമതായി ടൈം പാസ് പ്രണയം എങ്ങനെയുള്ളതാണ് എന്ന് നമുക്കറിയാം. ടൈം പാസ് പ്രണയത്തിലുള്ളവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം അവർ ചെയ്യുന്നത് നിങ്ങളുടെ പുറകെ നടന്ന് വളരെ സ്നേഹം കാണിക്കും. ഭയങ്കരമായിട്ട് അവർ സ്നേഹിക്കും. എന്നിട്ട് പിന്നീട് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പിന്നാലെ നടന്ന് മനസ്സ് കീഴടക്കും നിങ്ങളുടെ. അപ്പോൾ അങ്ങനെ മനസ്സ് കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിത്തീരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ അങ്ങനെ ആക്കി തീർക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ അവസ്ഥയിലായാൽ പിന്നെ എന്താണ്, മറ്റൊരാളെ കാണുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്താണ്, അവർ ഇത് തന്നെ ആവർത്തിക്കും. നിങ്ങളോട് പെരുമാറിയ അതേപോലെ തന്നെ അവരോടും അങ്ങനെയുള്ള സ്നേഹം കാണിക്കും. നിങ്ങൾ ചെയ്യുന്നത് അവരെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കും എന്നുള്ളതാണ്. അവരിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ആരോട് പ്രത്യേക ഒരു താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ ഇവിടെയും ഒക്കെ ഇതേ പ്രകടനം അവർ കാഴ്ചവെക്കും എന്നുള്ളതാണ്. അപ്പോൾ റിയലായി സ്നേഹിക്കുന്നവർ എന്താണ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ അവരെ മാത്രം പ്രതീക്ഷിച്ച് ഇരിക്കും എന്നുള്ളതാണ്. അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹവും കാണില്ല എന്നുള്ളതാണ്. ഇത് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഇത് അവരുടെ ഒരു സ്വഭാവ രീതിയായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണിത് എന്നുള്ളതാണ്. ഇത് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ സമയവും വേസ്റ്റാകില്ല, എനർജി ഡൗൺ ആവുകയുമില്ല എന്നുള്ളതാണ്. ഇവരെ ഇഷ്ടപ്പെടുന്നവർക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ്, എനർജി പോകാനായി ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ എന്താണ്, അത് മറ്റൊരു സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഇങ്ങനെയുള്ള ഒരു പ്രണയത്തിലൂടെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ അകൽച്ച അവരിൽ കാണുന്നു എങ്കിൽ മനസ്സിലാക്കാം ഇത് ടൈം പാസ് പ്രണയം ആണ് എന്നുള്ളത്. കാരണം എന്താണ്, മറ്റാരെയോ സ്നേഹിക്കാനുണ്ട് ഇവർക്ക്, അതുപോലെ തന്നെ മറ്റാരെയോ തൃപ്തിപ്പെടുത്തുവാനുണ്ട് എന്നുള്ളതാണ്. അതിനാൽ ആണ് ഇങ്ങനെ അവരിലൊരു അകൽച്ച അവർ നിങ്ങളോട് കാണിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞു പെരുമാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സൈനായി കണക്കാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അവർ റിപ്ലൈ തരാൻ അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അതിന് റിപ്ലൈ തരാൻ അവർ വൈകുന്നു എന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് ഫേക്കായ ലവ് തന്നെയാണ് എന്നുള്ളതാണ്. അതായത് സീരിയസ് ആയി നിങ്ങൾ പറയുന്ന ഒരു കാര്യവും അവർ എടുക്കുന്നില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു സൈനാണ്, നിങ്ങൾക്ക് ആവശ്യത്തിന് അവരെ കിട്ടില്ല എന്നുള്ളതാണ്. അതായത് സംസാരിക്കാൻ പോലും അവർ നിൽക്കില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും തിരക്കായിരിക്കും അവർക്ക്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു തിരക്കും ഉണ്ടായിരിക്കില്ല, എന്നാലും അവർ തിരക്ക് അഭിനയിക്കും എന്നുള്ളതാണ്. മറ്റെന്തെങ്കിലും കാരണം അവർ പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളോട് സംസാരിക്കുവാൻ നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ
നിങ്ങളല്ല അവർക്ക് വലുത് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ അടുത്ത് അവർക്ക് തോന്നുമ്പോൾ വരാം, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ അടുത്ത് വരാം, നിങ്ങളോട് സംസാരിക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സമയത്ത് അവരെ കിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? അത്രമാത്രം വിലയെ അവർ നിങ്ങൾക്ക് കൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവരുടെ ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങളുടെ അടുത്ത് അവർ വരികയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ടൈം പാസ് പ്രണയം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ്? നിങ്ങൾ അവർക്ക് വലിയ സ്ഥാനമൊക്കെ കൊണ്ട് നടന്ന് മനസ്സിൽ എപ്പോഴും അവരെ കൊണ്ട് നടക്കും. അവർ കാണാതാകുമ്പോൾ നിങ്ങൾ അസ്വസ്ഥമാവും. അപ്പോൾ നിങ്ങളുടെ വേദനയിൽ അവർ ഒരിക്കലും കൂടെ നിൽക്കില്ല എന്നുള്ളതാണ്. അവർക്ക് അവരുടെ കാര്യം, നിങ്ങളുടെ മനസ്സിനെ ഒരിക്കലും അവർ കാണാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഫേക്ക് ലവ് ആണെങ്കിൽ കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളല്ലാതാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളല്ലാത്ത ഒരു ക്യാരക്ടറാക്കി മാറ്റുക എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങൾ, ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അതുപോലെ ആകുവാൻ വേണ്ടി അവർ നിങ്ങളെ നിർബന്ധിക്കും എന്നുള്ളതാണ്. നിങ്ങളെ അതുപോലെ ആക്കി മാറ്റും എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവർ എന്നുള്ളതാണ്. അതായത് അവരുടെ ദുശീലങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ മാറ്റിയെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഒരു ഫേക്ക് ലവ് ആണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു മാനസികമായി ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിൽ ആണ് അവർ പെരുമാറുന്നത് എങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് സംസാരിക്കുവാൻ അവരുടെ അനുവാദം വേണം. അവർ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരോട് സംസാരിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമാകുന്നില്ല, നിങ്ങൾ ഫോൺ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമാകുന്നില്ല. അതൊക്കെ അവരിൽ ദേഷ്യം ഉണ്ടാക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യം അവർക്ക് തോന്നുന്നു എങ്കിൽ മനസ്സിലാക്കുക ഇത് ഫേക്ക് ലവ് ആണ് എന്നുള്ളത്. കാരണം എന്താണ്? അവർ അങ്ങനെ ആയതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള ഒരു കാര്യം ഇഷ്ടപ്പെടാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. അവർ അങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് ഭൂരിഭാഗവും അങ്ങനെ തന്നെ ആവണം എന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ പോകുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ മറ്റുള്ളവർ അതുപോലെ ആണ് എന്നുള്ള തരത്തിൽ പെരുമാറാൻ കൂടുതൽ ചാൻസ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ അവരിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അവർ നിങ്ങളെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് എന്നും സംശയമായിരിക്കും. നിങ്ങളെ എന്ത് കാര്യത്തിലും അവർക്ക് സംശയമായിരിക്കുന്നു എങ്കിൽ മനസ്സിലാക്കുക ഇത് ഫേക്ക് ലവ് തന്നെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ വാക്കും പ്രവൃത്തി മാച്ച് ആകുന്നില്ല. അവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതും മറ്റൊന്ന്. അങ്ങനെ ആകുന്നു എങ്കിൽ മനസ്സിലാക്കുക ഇത് ആത്മാർത്ഥ പ്രണയം അല്ല എന്നുള്ളത്. പിന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നിങ്ങളിൽ നിന്ന് ഒരു മാസത്തിലധികം നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. ഒരു കോണ്ടാക്റ്റും അവർ ഇല്ല നിങ്ങളുമായി. അങ്ങനെ കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക ഫേക്ക് ലവ് തന്നെയാണ് എന്നുള്ളത്. അതായത് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ളവർ അങ്ങനെ കൂടുതൽ നിങ്ങളെ വിട്ടു നിൽക്കില്ല എന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ വച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ പ്രണയം ആത്മാർത്ഥമായി തന്നെയാണോ എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ചതിയിൽപ്പെടാതെ, നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.